തിരുവനന്തപുരത്ത് നിന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെയും നിർദ്ദേശമനുസരിച്ച് DGPയുടെ ഭാഗത്തു നിന്നാണ് അടിയന്തരമായി ഇന്നലെ രാത്രി തന്നെ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഇങ്ങനെയൊരു മൊഴിയെടുക്കാൻ പോലീസുകാർ വരുമെന്ന വിവരം എന്നെ അറിയിച്ചത്. പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചെങ്കിലും വന്നത് ആലക്കോട് സൈബർ സെല്ലിലുള്ള SIയും പരിയാരം പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ് എൻ്റെ വീട്. പരിയാരം പോലീസ് സ്റ്റേഷനിലെ ഒരു വനിതാ പോലീസും കൂടിയാണ് വന്ന് പറയേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. അവർക്കതിൻ്റെ കോപ്പി അവിടുന്ന് അയച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഞാൻ കൊടുത്ത പരാതിയുടെ കോപ്പി. അതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ അവർ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എഴുതിയെടുത്തു, ഞാൻ ഒപ്പിട്ട് കൊടുത്തു. അതിൻ്റെ ഒരു കോപ്പി എനിക്ക് തരികയും ചെയ്തു. അപ്പോൾ എനിക്ക് ഏതായാലും അതിലൊരു നല്ല സന്തോഷം തോന്നുന്നു. വളരെ പെട്ടെന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ എന്ന പോലെ ഇതിൻ്റെ വളരെ ഗുരുതരമായ ഒരു ആരോപണം എനിക്കെതിരെ ഉയർന്നപ്പോൾ അത് അന്വേഷിക്കുന്നത് വളരെ അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ആക്ട് ചെയ്തതിൽ എനിക്കും വളരെ സന്തോഷമുണ്ട്. അതെ, മാനനഷ്ട കേസ് കൊടുക്കും എന്നുള്ളത് ഞാൻ ഇന്നലെ പറഞ്ഞു, ഇന്നും പറയുന്നു. അതിൽ നിന്ന് ഒരു കടുകിട വിട്ടുവീഴ്ച ചെയ്യാൻ ഞാൻ തയ്യാറല്ല. കാരണം അത്രമാത്രം വ്യക്തിഹത്യ, ഒരു വ്യക്തി അധിക്ഷേപം എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. ഒരു വ്യക്തിയെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വിമർശനമോ ആരോപണമോ ഉന്നയിക്കുമ്പോൾ അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് അന്വേഷിക്കുക എന്നുള്ളത് ഒരു ധർമ്മം മാത്രമാണ്. പക്ഷേ അക്കാര്യത്തിൽ ആരും ഇപ്പോൾ ഇതുവരെ വന്നിട്ടുള്ള 3-4 പ്രിൻ്റ് മീഡിയ ആയാലും വിഷ്വൽ മീഡിയ ആയാലും അവരുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു ചോദ്യമോ അല്ലെങ്കിൽ അന്വേഷണമോ ഉണ്ടായില്ല എന്നുള്ളത് എന്നെ വളരെയേറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള ഒരു അങ്ങേയറ്റം ഹീനമായ ഒരു തെറ്റ് ഞാൻ ചെയ്യും എന്ന രീതിയിൽ അവരത് ചെയ്തു എന്ന് കൃത്യമായ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന പോലെയാണ് അവർ ആ വാർത്ത സംപ്രേഷണം ചെയ്തത്. അതിലേറ്റവും എന്നെ വേദനിപ്പിച്ചത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ സുദിനം പത്രം. സുദിനത്തിലെ എല്ലാ റിപ്പോർട്ടറെയും എനിക്കറിയാം. അവരെന്നോട് ഒരു ചോദ്യം ചോദിച്ചില്ല. ആ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് കണ്ണൂർ 5 കൊല്ലം ഞാൻ പാർലമെൻറ്റ് മെമ്പറായി. ഈ സിറ്റിയിലെ ഒരു വീട് പോലും ഞാൻ കയറാത്ത വീടില്ല. ഇപ്പോൾ ഈ നഗരങ്ങളിൽ ഈ കണ്ണൂർ മുനിസിപ്പാലിറ്റിയിൽ പ്രധാനമായും ഉച്ചക്കെത്തുന്ന ഒരു പത്രമാണ് പലപ്പോഴും സുദിനം. ഇല്ലെങ്കിൽ വായിച്ചവർ കൈമാറിപ്പോവും. അങ്ങനെയുള്ളൊരു പത്രമാണ് സുദിനം. എല്ലാം വായിക്കുന്നില്ലെങ്കിലും അതിൻ്റെ ഹെഡിങ്ങൊക്കെ വായിച്ച് അങ്ങനെ ഈ സിറ്റിയിൽ നിന്ന് കണ്ണൂരിൽ നിന്ന് നിരവധി ആളുകൾ ഇങ്ങനെ സുദിനത്തിൽ ഒരു വാർത്ത വന്നിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, അത് സുദിനത്തിൽ എങ്ങനെയാണ് അങ്ങനെ ഒരു വാർത്ത വരിക? അപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ അഡീഷണൽ PS ആയിട്ടുള്ള വേണുഗോപാലൻ, നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, 15 കൊല്ലം ഞാൻ MLA ആയിരുന്നപ്പോഴും അതിനുശേഷം മന്ത്രിയായിരുന്നപ്പോഴും പിന്നെ MP ആയിരുന്നപ്പോഴും വളരെ വലിയ ഉദ്യോഗസ്ഥനായി വിരമിച്ച ആളാണ്, സർക്കാർ ഉദ്യോഗസ്ഥൻ. അദ്ദേഹം എനിക്ക് സുദിനത്തിൻ്റെ ഒരു കോപ്പി മുഴുവനായിട്ട് അയച്ചു തന്നു. അത് നോക്കിയപ്പോൾ ഞാൻ വളരെ വിഷമിച്ചു. കാരണം ഞാനതങ്ങനെ ചെയ്തു എന്നുള്ള മട്ടിലാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അവർ വിവരാവകാശ കമ്മീഷൻ കൊടുത്തതാണ് എന്നുള്ള രീതിയിലാണ്. വിവരാവകാശ കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് എപ്പോഴും ഇനി അങ്ങനെയും ചിന്തിക്കാമല്ലോ, കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്യുമ്പോൾ എറർ വരും ഇല്ലേ? അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നതാവാനാണ് സാധ്യത. അതുകൊണ്ട് ടീച്ചറോടൊന്ന് ചോദിക്കട്ടെ, അങ്ങനെയൊന്ന് ചോദിച്ചു പോകുമല്ലോ. അതുമില്ല. ഇത് കണ്ട ഉടനെ PR കൃഷ്ണൻ, PK ശ്രീമതി, ഇനി പിന്നെ വേറെ ഒന്നും നോക്കണ്ട, പെൻഷൻ വാങ്ങുന്നു. ഇങ്ങനെ കുറേയേറെ ഇത് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ എത്രയോ കാലങ്ങളായി വസ്തുതകളുമായി ഒരു പുലബന്ധം പോലുമില്ലാത്ത നിരവധി കാര്യങ്ങൾ എനിക്കോ എൻ്റെ കുടുംബത്തിനോ എന്നെ എതിരായിട്ട് ഉയർന്നു വന്ന അപവാദങ്ങൾ ചെലുത്തിയ സ്വാധീനം ആണ് യഥാർത്ഥത്തിൽ ഇത് ഞാൻ ചെയ്തു എന്ന് ചിലരെ കൊണ്ടെങ്കിലും രാഷ്ട്രീയമായി എതിരായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ പോലും അങ്ങനെ വിശ്വസിക്കണമെങ്കിൽ ഇങ്ങനെ കുറേയേറെ അപവാദ പ്രചരണങ്ങൾ മേക്കുമേലെ വന്നപ്പോൾ ഇത് ടീച്ചർ ചെയ്തിട്ടുണ്ടാകുമെന്നുള്ള വിശ്വാസത്തിലാണല്ലോ അവരിങ്ങനെ കൊണ്ടുവരുന്നത്. അത് എനിക്ക് വളരെയേറെ മനോവിഷം ഉണ്ടാക്കി. ഇത് പലരും അയച്ചു തന്നു. ജനം TV-യുടെ ഡെയിലി ഹണ്ടിൽ നിന്നുള്ള ന്യൂസ് പിന്നെ ഞാൻ കണ്ടിട്ടല്ല, എനിക്ക് അയച്ചു തന്നതാണ്. പിന്നെ ഭാരത് ലൈവ്, പിന്നീട് കർമ്മ, ഇതിൻ്റെ എല്ലാം വീഡിയോ ക്ലിപ്പിങ്സ് എനിക്ക് അയച്ചു കിട്ടി. ഞാൻ ഡൽഹിയിലായിരുന്നു. അതിനുശേഷം ഇവിടെ എത്തിയപ്പോൾ ഞാൻ കുറേ അന്വേഷിച്ചു. പിന്നെ പിറ്റേ ദിവസം ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയി. അവിടെ എത്തി ഞാൻ പാർട്ടിയിൽ ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് പറഞ്ഞു, ഇങ്ങനെ ഒരു
ഇത് വന്നിട്ടുണ്ട്. അങ്ങനെ പാർട്ടി നേതൃത്വം പറഞ്ഞു നിയമപരമായിട്ട് തന്നെ പോകണം, പരാതി കൊടുക്കണം. മനസ്സലിയില്ല എന്നാണ് ഇന്നലെ പറഞ്ഞത്. ഇല്ല, അത് കടുത്ത തീരുമാനം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഏതൊരു വ്യക്തിയും ചെയ്യേണ്ടുന്ന ഏറ്റവും മിനിമം അവകാശം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. കാരണം ഇതിപ്പം ഈ യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറയുന്നത് ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പ്രമുഖമായ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ മാത്രമേ എല്ലാവരും കാണുന്നുള്ളൂ എന്നല്ലേ. അല്ല എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടത് ഈ ഫോണിലൂടെ കഴിഞ്ഞ 2-3 ദിവസമായി വന്നുകൊണ്ടിരിക്കുന്ന ആ വിളി എന്ന് പറഞ്ഞാൽ രാത്രി 12 മണിക്ക് പോലും എന്നെ വിളിച്ചിട്ട് ഇങ്ങനെയൊരു കാര്യമുണ്ട് എന്ന് ചോദിക്കണമെങ്കിൽ ഈ യൂട്യൂബിന് നല്ല സോഷ്യൽ മീഡിയക്ക് നല്ല സ്വാധീനം ജനങ്ങളിലുണ്ട് എന്നാണ് അവരുടെ ചോദ്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഏതായാലും ഇതിങ്ങനെ കുറേയേറെ ഒരുപാട് ആളുകൾ എനിക്കത് അയച്ചു തന്നു. ഏതായാലും ചിലത് പെട്ടെന്ന് കിട്ടുന്നില്ല. പിന്നീട് ഞാൻ ഉടനെ തന്നെ കിട്ടിയതെടുത്തിട്ട് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ AK സെൻറ്ററിലെത്തിയപ്പോൾ ഇതിൻ്റെ പെൻഡ്രൈവിലേക്ക് എടുക്കാൻ വേണ്ടി പറഞ്ഞു. പത്രത്തിൻ്റെ കോപ്പി എടുത്തു. പിന്നെ അപ്പോഴത്തേക്കും ഞങ്ങളുടെ പാർട്ടീൻ്റെ നേതാക്കൾ എന്നെ പറഞ്ഞു ജന്മഭൂമിയിലും വാർത്തയുണ്ടായിരുന്നു. ഞാനത് കണ്ടിട്ടുമില്ല, എനിക്ക് അതിൻ്റെ കോപ്പി കിട്ടിയിട്ടുമില്ല. പക്ഷേ ജന്മഭൂമിയിലും ഈ വാർത്ത ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിൽ അത്യന്തം ഹീനമായ ഈ സമൂഹത്തിൽ ഞങ്ങളുടെ കുടുംബത്തിനകത്ത് എത്രമേറെ വിഷമം ഈ ഒരു കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടാവുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് ഇപ്പം 10 മാസം ആവുകയാണ്. സെപ്റ്റംബർ 28-ന് ഒരു കൊല്ലം തികയാണ്. ഈ സന്ദർഭത്തിൽ മറ്റൊരാളുടെ ഭാര്യയായിട്ട് ഞാൻ പെൻഷൻ വാങ്ങുന്നു എന്നെല്ലാമുള്ള ഒരാരോപണം വന്നു കഴിഞ്ഞാൽ അത് കുടുംബത്തിൽ എത്രമാത്രം പ്രത്യാഘാതം മാനസികമായിട്ടുണ്ടാക്കും. അത് ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിൽ തന്നെ ഒരുപക്ഷെ പലർക്കും ഇത് ഒന്നുമില്ലാതെ ഇങ്ങനെയൊരു കാര്യം വരുമോ എന്ന് ചിന്തിച്ചു പോകും ആരും. കാരണം ഇതിൻ്റെ മറ്റു വശങ്ങളെ, സാങ്കേതിക വശങ്ങളെക്കുറിച്ചൊന്നും ആർക്കും പറയാൻ കഴിയില്ല. പലരും അങ്ങനെ ചിന്തിച്ചു പോകും. ഞാനായാലും ചിന്തിച്ചു, ഒരാളെക്കുറിച്ച് ഇങ്ങനെ വരുമ്പം ഇങ്ങനെ വെറുതെ എഴുതുമോ. പക്ഷെ എന്തോ എൻ്റെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ഭാഗ്യമേ ഞാൻ പറയുന്നുള്ളൂ. ഇത് ഞാൻ പത്രസമ്മേളനം നടത്തി ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ഫോണിലൊരു കോൾ വന്നു. ഡൽഹിയിൽ നിന്നാണ് വന്നത്. തൃശ്ശൂരിൽ നിന്നുള്ള ഒരാൾ ഇപ്പം നിങ്ങളോട് സംസാരിക്കും. അപ്പോൾ നോക്കുമ്പോൾ എൻ്റെ പാർട്ടിയുടെ ഒരു മെമ്പർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിനടുത്തുള്ള ആളായിരുന്നു. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന മുൻ MLA ആയിരുന്ന 1960 കാലത്ത് MLA ആയിരുന്ന PR കൃഷ്ണൻ എന്ന വ്യക്തിയുടെ വീട്ടിൻ്റെ അടുത്തുള്ള അവരുടെ കുടുംബത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു അനിൽ എന്ന് പറയുന്ന ഒരാൾ എന്നെ വിളിച്ചു. ടീച്ചർ വിഷമിക്കണ്ട, ഇത് പച്ച കള്ളമാണ് ഇത് പ്രചരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവരുടെ മകൻ തന്നെ ഈ കാര്യം വന്ന് ഇപ്പോൾ പറയും. അങ്ങനെ എനിക്ക് തോന്നുന്നത് അവർ പറഞ്ഞിട്ടാണോ എന്നറിയില്ല, എല്ലാ ചാനലുകളും എല്ലാ മീഡിയകളും വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ കൊടുത്തു. അജിത്ത് എന്നാണ് പേര് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. അജിത്ത്, അവരുടെ PR കൃഷ്ണൻ്റെ മകൻ പറഞ്ഞു, ഞങ്ങൾ വല്ലാത്ത വിഷമത്തിലായിപ്പോയി, ഇതൊരു വ്യാജ വാർത്തയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ മകനാണ്, എൻ്റെ അമ്മ PK ശ്രീമതിയാണ്, അധ്യാപികയാണ്. ശരിക്കും PK ശ്രീമതി ടീച്ചർ തന്നെയാണ്, വേറൊരു മാറ്റമില്ല. അത് ആ കുടുംബത്തിൻ്റെ പേര് മാത്രമേ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേര് പുതുശ്ശേരി കൊറത്തെന്നാണ്. അവരുടെ പേര് അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും പേര് കൂട്ടിയിട്ടാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ്, ആ ഒരു മാത്രമേ വ്യത്യാസമുള്ളൂ. ഏതായാലും അതോടുകൂടി ഞാനൊരു നെടുവീർപ്പിട്ടു എന്ന് തന്നെ പറയാം. ഇത് വന്നതോടുകൂടി എനിക്ക് പത്രക്കാരോട് പറഞ്ഞിട്ടും എനിക്ക് ആശ്വാസമൊന്നും ആയിട്ടില്ല. കാരണം ഇതെങ്ങനെയാണ് വരുന്നത് പറയാൻ പറ്റില്ലല്ലോ, തെളിയിക്കണ്ടേ. അപ്പോൾ ഞാൻ ഈ വാർത്ത വന്നു, അത് അപ്പോഴത്തേക്കും നിയമസഭയിൽ നിന്നും ഞങ്ങളുടെ പാർട്ടിയുടെ സോഷ്യൽ മീഡിയ വിഭാഗം ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കറെയും മറ്റ് ഉദ്യോഗസ്ഥന്മാരെയും കണ്ട് ഇതിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണ്, ഇങ്ങനെയൊരു MLA ഉണ്ടോ, ആ MLAയുടെ ഭാര്യയുടെ പേരെന്താണ് അന്വേഷിച്ച് നോക്കുമ്പോഴത്തേക്കും അതും വന്നു. PK ശ്രീമതി എന്നാണ് പേര്. PR കൃഷ്ണൻ എന്ന MLA സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു, MLA ആയിരുന്നു, കോൺഗ്രസിൻ്റെ നേതാവ്. അത് വന്നപ്പോഴത്തേക്കും കാരണം ഈ കള്ളം തെളിഞ്ഞു, അത് സന്തോഷമായി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങളെ തീരുമാനം ഇതായിരുന്നു, ഇത് ശക്തമായിട്ട് തന്നെ പരാതി കൊടുക്കുക മാത്രമല്ല നിയമപരമായിട്ട് പോകണം. നിയമപരമായിട്ട് ഞങ്ങൾ പോകാൻ ആവശ്യമായിട്ടുള്ള നടപടിയെല്ലാം ഇന്നലെ അഡ്വക്കേറ്റുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തു. നോട്ടീസ് അയക്കും. അത് കഴിഞ്ഞ് നേരിട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ നമ്മൾ സമർപ്പിക്കും. കേസുമായിട്ട് മാനനഷ്ടത്തിന് അല്ല, ഇന്നലെ പിന്നെ വക്കീലിനെ എല്ലാം പറഞ്ഞു കൊടുത്തു. ഇനി അദ്ദേഹം അത് നോട്ടീസ് അയക്കണം. അതിന് കുറച്ച് പണിയുണ്ടാവും. ഇതെല്ലാം എഴുതി തയ്യാറാക്കി കൊടുക്കണ്ടേ.
ഈ പറഞ്ഞ എല്ലാ മാധ്യമങ്ങൾക്കെതിരെ നോട്ടീസ് അയക്കുന്നുണ്ടല്ലേ? എല്ലാ മാധ്യമങ്ങൾക്കും എതിരെ തന്നെയാണ്. അതിൽ ഇതിൻ്റെ ലഗ്നം എന്ന് പറയുന്നത് ജനം ടി വിയാണ്. ജനം ടി വിയാണ് ഈ ഒരു വാർത്ത ഈ രൂപത്തിലേക്ക് കൊണ്ടുവന്നത്. അത് കണ്ടിട്ട് അതിൻ്റെ ഒരു 10 ഇരട്ടിയാക്കിയിട്ട് മറ്റ് ചാനലുകളും കൊടുത്തു. തൃപ്തിയാണെന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അന്വേഷിച്ചതിൽ എനിക്ക് വേഗത്തിൽ തന്നെ അന്വേഷിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അതൊന്നും ഇപ്പം എനിക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ നിരവധി കേസുകൾ നിങ്ങൾക്കറിയാലോ. BJPയുടെ നേതാവ് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ ഇവിടെ അദ്ദേഹം തുറന്ന് പറഞ്ഞോളാം, ഞാൻ തെറ്റ് പറഞ്ഞോളാം, എല്ലാ ചാനലുകളിലും പറഞ്ഞോളാം, പ്രമുഖമായ എല്ലാ ചാനലുകളിലും അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷെ അതുണ്ടായില്ല. അവസാനം ഹൈക്കോടതിയിലെത്തിയിട്ട് വീണ്ടും മാപ്പ് പറയാൻ തയ്യാറാകുമെങ്കിൽ ടീച്ചർ ഈ കേസ് പിൻവലിക്കാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞു തയ്യാറാണ്. അങ്ങനെ ഹൈക്കോടതിയുടെ മുൻപിൽ വെച്ച് ഞങ്ങളെ രണ്ട് പക്ഷത്തുള്ള വക്കീലന്മാരെയും വെച്ച് പരസ്യമായിട്ട് ഇതുപോലെ ചാനലുകൾ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് തെറ്റുപറ്റിപ്പോയി. ടീച്ചറെക്കുറിച്ചും ടീച്ചറുടെ മകനെക്കുറിച്ചും പറഞ്ഞത് തെറ്റായിരുന്നു എന്ന് പിന്നീട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി. സുധിക്ക് അങ്ങനെ എൻ്റെ മോന് അങ്ങനെ ഒരു മെഡിക്കൽ കമ്പനിയും ഇല്ല, ഒരു മെഡിക്കൽ ഒന്നുമില്ല എന്നുള്ളത് മനസ്സിലായി എന്ന് അദ്ദേഹം മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ തെറ്റേറ്റ് പറഞ്ഞു. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് PT തോമസിൻ്റെ കാര്യം. എനിക്കത് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത കാര്യം. മരിച്ചുപോയ ഒരു വ്യക്തിയെക്കുറിച്ച് പറയാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ഒരിക്കലും ഞാൻ അങ്ങനെ പറയുന്നതല്ല. പക്ഷേ എനിക്ക് എറണാകുളം പ്രസ് ക്ലബ്ബിൽ വെച്ചാണ് അദ്ദേഹം പറഞ്ഞത്. വേറെ ഒരു കാര്യവും പറയാനല്ല. അദ്ദേഹം കോവിഡ് കാലത്ത് ഓക്സിജൻ കിട്ടാതെ വിഷമിക്കുന്നൊരു ഘട്ടത്തിൽ കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നു. പക്ഷേ മുൻ ആരോഗ്യമന്ത്രി PK ശ്രീമതി ടീച്ചറുടെ മകൻ സുധീറിന് ഒരു ഓക്സിജൻ പ്ലാന്റ് പ്രവർത്തിക്കുന്നുണ്ട്. കരിഞ്ചന്തയിൽ വെക്കുകയാണത് വിൽക്കാതെ. അത് എന്ന് പറഞ്ഞിട്ട് ഒരു ആരോപണം ഉന്നയിച്ചു. ഞാൻ അപ്പം തന്നെ അത് നിഷേധിച്ചു. ഞാൻ എന്നിട്ട് തളിപ്പറമ്പിലുള്ള നമ്മുടെ വക്കീലിനെ കണ്ട് കേസ് കൊടുക്കാനുള്ള എല്ലാ ക്ലിപ്പിങ്സും എല്ലാം എടുത്ത് കോപ്പിയും കൊടുത്ത് പയ്യന്നൂർ കോടതിയിൽ സമർപ്പിച്ചു. എന്നിട്ട് കേസ് എടുക്കാൻ പോകുന്നു എന്നൊരു ഘട്ടം വന്നപ്പോൾ അഡ്വക്കേറ്റ് പറഞ്ഞു, നമ്മുടെ MLA PT തോമസ് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു അസുഖം ബാധിച്ച് കിടക്കുകയാണ്. നമ്മളിപ്പോൾ അത് ഞാൻ പറഞ്ഞു എന്നോട് ചോദിക്കുന്നു വേണ്ട. അങ്ങനെ അസുഖമായിട്ട് കിടക്കുന്ന ഒരാൾക്കെതിരെ എനിക്ക് എത്ര ഡാമേജ് ആയിപ്പോയാലും ഞാൻ കേസ് കൊടുക്കാൻ ഇപ്പോൾ തയ്യാറില്ല. അതുകൊണ്ട് അത് പിൻവലിച്ചോ എന്ന് പറഞ്ഞ് പയ്യന്നൂർ കോടതിയിൽ നമ്മളത് തൽക്കാലം സ്റ്റേ ചെയ്തു. പിന്നെ അദ്ദേഹം മരിച്ചുപോയി. ആ കേസ് പിന്നെ ഞാൻ കൊണ്ടുപോയിട്ടില്ല. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ എന്നെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ടെങ്കിലും ഈ ഒരു കേസ് ഞാൻ മാപ്പ് എന്ന് പറയുന്ന ഭാഗത്തോട്ട് നിൽക്കുന്നില്ല. ആ തീരുമാനം നിയമപരമായി മാനനഷ്ടത്തിന് എനിക്കുണ്ടായ അഭിമാനക്ഷതം, മാനഹാനി അത് തേച്ചാലും മായ്ച്ചാലും പോകുന്നതല്ല. അതുകൊണ്ട് ശക്തമായിട്ട് തന്നെ നിയമ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകും എന്നുള്ളതാണ് പറയാനുള്ളത്. മാധ്യമപ്രവർത്തകരെ ഈ കാര്യത്തിൽ എനിക്ക് വേണ്ടുന്ന രീതിയിലുള്ള പ്രോത്സാഹനം സഹായം തന്നിട്ടുണ്ട്. അതിലെനിക്ക് സന്തോഷമുണ്ട്.